കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ഉഷ ബോസ് രാജിവെച്ചിരിക്കുന്ന സാഹചര്യം. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധിയായി UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഉഷ ബോസ് രാജിവെച്ചതുമൂലം വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFിൻ്റെയും വിജയ സാധ്യതയെ അത് ബാധിക്കില്ല. അതുപോലെ തന്നെ ഈ രാജിയിലൂടെ കോൺഗ്രസിൻ്റെ അകത്തെ സംഘടനാ വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസവുമല്ലേ വെളിവാക്കുന്നത്? മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ഉഷ ബോസിന്റെ രാജി തികച്ചും വ്യക്തിപരമാണ്. അവരുടെ മകൻ ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്. അവർക്ക് ചെന്നൈയിലേക്ക് അവരുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബപരമായ ആവശ്യവുമായി ബന്ധപ്പെട്ടും യാത്രകൾ വേണ്ടി വന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ രാജി വെച്ചിരിക്കുന്നത്. പാർട്ടിയുമായി ആലോചിച്ച് തന്നെയാണ് അവർ രാജിവെച്ചിരിക്കുന്നത്. പാർട്ടി അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അവിടെ വോട്ടേഴ്സിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ അവസരത്തിൽ അവർ കഴിഞ്ഞതിന് ആ വാർഡിൽ മത്സരിച്ച് നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് അവരെ പൂർണ്ണമായും ആ വാർഡിൽ അവരുടെ പ്രവർത്തന രംഗത്ത് പാർട്ടിക്ക് അവരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ വാർഡിൽ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാനാണ് പാർട്ടി അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരം പാർട്ടിയുടെ ഉന്നതമായ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ രാജിവെച്ചിരിക്കുന്നത്. അല്ലാതെ പ്രചരിക്കുന്ന വസ്തുതകൾ അടിസ്ഥാനരഹിതമാണ്. ആ വാർഡിൽ പൂർണ്ണമായ എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് അവർ ഇപ്പോൾ നിലവിലുണ്ട്. ഇനിയും അത് മുന്നോട്ട് തന്നെ പോകും. പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരുവിധ അസ്വാരസ്യങ്ങളും നിലവിലില്ല. പാർട്ടി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വളരെ ഐക്യത്തോടു കൂടിയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.